എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ഐഡിയ ആയിട്ടാണ്. ഇന്ന് ഞാനിപ്പോൾ ലൈസോളിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കൊച്ചു ഐഡിയ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ലൈസോളിൻ്റെ ബോട്ടിലൊന്നുമില്ല, ആ ഒരു ഷേപ്പിലുള്ള ഏത് ബോട്ടിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പൊതുവേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് ഞാനങ്ങനെ ലൈസോൾ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ ലൈസോളിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിക്കർ ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്ത് കളയുക. സ്റ്റിക്കർ കളയാൻ ഇതിൻ്റെ നല്ല ഈസിയാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ പോരും. അധികം പശ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് എന്നിട്ട് വാഷ് ചെയ്ത് എടുത്താൽ മതി. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കത്തി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത്. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഡെക്കറേഷന് യൂസ് ചെയ്യുന്ന ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാലും കിട്ടും പലതരത്തിലായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി വെച്ച് കവർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ജസ്റ്റ് ഒരു തുണിയുടെ പീസ് എടുത്തിട്ട് ഫെവിക്കോളോ ഗ്ലൂ ഗണ്ണോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയത് റിമോട്ട് ഹോൾഡറാണ്. മിക്ക വീട്ടിലുള്ളൊരു കാര്യമാണ് ഈ റിമോട്ട് കാണാതായിട്ട് അന്വേഷിച്ച് നടക്കുന്നത്. കുട്ടികൾ എപ്പോഴും കാർട്ടൂണൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിച്ചിട്ട് റിമോട്ട് എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ ആവശ്യത്തിന് നോക്കുമ്പോൾ റിമോട്ട് കാണില്ല. നമ്മൾ ഇതുപോലെ ഒരു ഹോൾഡർ ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ചുവരിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സൂപ്പർ ഗ്ലൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് അടിയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ച പോലെ ആ ഒരു സ്റ്റാൻഡിൻ്റെ കോർണറിൽ നമുക്ക് ഇങ്ങനെ ഹോൾഡർ വെക്കാം. അപ്പോഴും അവിടെ തന്നെ റിമോട്ട് ഇടാനായിട്ട് കുട്ടികളെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ റിമോട്ട് കാണാതാവുന്ന പ്രശ്നം ഉണ്ടാവില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലൊരു ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ AC-ക്കൊക്കെ ഇതുപോലെയല്ലേ റിമോട്ട് ഹോൾഡർ ഉണ്ടാവുക. ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ കർച്ചീഫ് വെച്ചിട്ട് ഒരു റാബിറ്റിന് ഉണ്ടാക്കുന്ന ഒരു കൊച്ചു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണത്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അതുപോലെ ചെയ്തിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിലേ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുത്താലേ അവർക്ക് വലുതാവുമ്പോഴും അതിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അവരൊക്കെ ക്രിയേറ്റീവായിട്ട് തന്നെ വളരട്ടെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ പുതിയ ചാനലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.